ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇതൊരു ഹിഡൻ റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരെ എല്ലാവരെയും പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളമൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ ഈ ട്രാഫിക്കൊന്നും പാലിക്കാറില്ല. അപ്പം നമ്മളിവിടെ വണ്ടി നിർത്തി ട്രാഫിക്കിൽ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റിലോട്ട് തിരിയണം. അപ്പം നമ്മളങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രാഫിക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാഫിക് കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് പോവാ. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് നേരെ പോകണം. അപ്പോൾ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇടിച്ചു കയറാൻ വേണ്ടി വരിക. പക്ഷെ അവന് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടായിരുന്നു, അതൊരു കാര്യം. ഗൈസ്, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രാഫിക് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു ട്രാഫിക് ഉണ്ട്. ആ ട്രാഫിക് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലോട്ട് പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടാകും. നമ്മൾ അങ്ങോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ കടലിലെയൊക്കെ സൈഡിൽ കൂടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ നേരത്ത് നമ്മളാണെങ്കിൽ വണ്ടി ഇറക്കി കാണിക്കുക അങ്ങോട്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ ഒന്നാമത്തെ ഹിഡൻ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു റിസോർട്ടാണ്. നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ റൂട്ട് ഏതാണെന്ന് വെച്ചാൽ ബെന്യാഗി ടു ഗിളിമാനൂക്കാണ്. ഞാൻ സ്ക്രീനിൽ ഇത് എഴുതി കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഇട്ട് തിരിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ഹിഡൻ സ്പോട്ടിലോട്ട് പോകാം. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ, കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ. കേട്ടോ നീ കേട്ടോ ഈ
കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ. മിടുക്കിയെ മെരുക്കി താലി കുടുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ. തുടക്കം മാംഗല്യം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പറ്റുവാണെങ്കിൽ ബീച്ചിലേക്ക് വണ്ടി ഇറക്കാമെന്ന്. അപ്പോൾ നമ്മളിതാ വണ്ടി ഇറക്കാൻ പോവുകയാണ്. പച്ചക്കിളിക്കൊരു കൂട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ കടലിലേക്ക് ഇറക്കരുത്. ഞാൻ ഒരു പ്രാവശ്യം ഈ നമ്മുടെ ഈ ബസ്സും കൊണ്ടൊന്ന് ഇറക്കിയതാണ്. ടയർ കറങ്ങി നിന്നതേ ഉള്ളൂ, വണ്ടി കയറിയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങോട്ട് വണ്ടി ഇറക്കാതിരിക്കുക. വണ്ടി നിറച്ച് ചെളിയൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ശരിയാക്കണം. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ അടിയിൽ മണൽ. മഴ പെയ്യുന്നു. നമുക്ക് കയറി പോയാലോ? അപ്പോൾ വണ്ടിക്കകത്ത് കയറി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഹിഡൻ സ്പോട്ടിലോട്ടാണ് ഗൈസ് പോകാൻ പോകുന്നത്. കുലീനരേ, ഉദാത്തരേ, ഉറ്റത്തോഴരേ, ശുദ്ധമർത്യരേ, താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, പെട്ട മാനഹാനി ആസ്വദിച്ച നീചരെ, തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂടരെ, ശക്തിയുള്ളവന്റെ കുട പിടിക്കുമൽപ്പം. അപ്പോൾ നമ്മളാണെങ്കിൽ റൗണ്ട് ബോട്ടം കഴിഞ്ഞിട്ട് നേരെ പോവുക. നമ്മളാണെങ്കിൽ അങ്ങനല്ല പോകുന്നത്. നമ്മൾ കാട്ടിക്കൂടെ കയറി കണ്ടാണ് നമ്മുടെ ബസ് മൊത്തത്തിൽ ഓഫ് റോഡാണ്. ഒന്നിടഞ്ഞു നോക്കടാ ചാട, ചുറ്റുമെന്ന് സൂയ വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ. നടപ്പ് ചാട, ചിരിച്ചിരിപ്പ് ചാട, വരവ് രാജകീയമാ ചാട, നല്ലവന്റെ ചാട, നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക. അങ്ങനെ നമ്മൾ നേരത്തെ മുമ്പേ വന്ന ആ റോഡിൽ വന്നിട്ട് ലെഫ്റ്റ് പോകണം. നേരെ നോക്കുവാൻ നിരത്തിടേണ്ട കല്ലുകൾ, തൂക്കി നോക്കുവാൻ തുലാസിലില്ല കട്ടികൾ, അസ്തമിക്കുവാൻ പറഞ്ഞവർക്ക് മേലെയായി അഗ്നി തുപ്പുവാൻ തിരിച്ചു വന്ന സൂര്യനായി, വേഷഭൂഷണങ്ങൾ മുഴുവൻ ഇന്ന് മാറവേ, ദോഷദൃഷ്ടികൾക്ക് മുറുമുറുപ്പ് കൂടവേ. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് അവിടെ ചെറിയൊരു വഴി കാണാം, റൈറ്റിൽ. അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോകണം. പച്ചയാ ചാട, പുച്ഛമാണ് പോള, ഒന്നിടഞ്ഞു നോക്കടാ ചാട, ചുറ്റുമിന്ന് സൂയ വലിയവർക്ക് പോലെ നിന്ന് ദുഃഖമാ ചാട, നടപ്പ് ചാട. ഗൈസ് ഇവിടുന്ന് നേരെ പോകുമ്പോൾ വലിയ ഒരു കടലിലൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് വണ്ടി ചാടി ചറങ്ങും ഗൈസ്. നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക. ഗൈസ് അങ്ങനെ നമ്മൾ ചാടി ചറക്കിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ വണ്ടി ഫ്രണ്ട് ഇടിച്ചു. അപ്പോൾ ഗൈസ് നമുക്കതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് വീണ്ടും പുറകോട്ട് എടുത്തിട്ട് വീണ്ടും അടിച്ചു ഡ്രിഫ്റ്റ്. ഗൈസ് അടുത്ത ഏതുകൊണ്ടാന്ന് നിങ്ങൾ പറയാം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ കയറ്റാം. ഞാൻ ജിന്നും കാളിയും കയറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു ട്രയാങ്കിൾസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.